ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചൈനീസ് ഇതിഹാസത്തിലെ സൺ വൂക്കോങ് എന്ന പേരുള്ള മരണത്തെ തോൽപ്പിച്ച കുരങ്ങുകളുടെ രാജാവിന്റെ കഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയിലെ പഴങ്ങളുടെയും പൂക്കളുടെയും പർവ്വതത്തിലാണ് സൺ വൂക്കോങ് എന്ന പേരുള്ള കുരങ്ങ് രാജാവും അദ്ദേഹത്തിന്റെ വംശവും ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെ ധീരനായ ഒരു രാജാവായിരുന്നു. മനുഷ്യരെയോ മറ്റ് മൃഗങ്ങളെയോ ദൈവങ്ങളെയോ ഒന്നും ഭയപ്പെടാതെ സ്വന്തം വംശത്തെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കൊട്ടാരത്തിലിരുന്ന് അത്താഴം കഴിക്കുന്നതിനിടയിൽ വലിയ ഒരു ഭൂകമ്പം വരികയും ഭൂമി വിളർക്കുകയും പാതാളത്തിൽ നിന്ന് യമന്റെ മരണരാജാവിന്റെ കിങ്കരന്മാർ വന്ന് നമ്മുടെ വൂഡ് കിങ് എന്ന് പറയുന്ന കുരങ്ങ് രാജാവിനെ ബന്ധിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിഭീകരമായ ഇരുട്ട് കടന്നും മരണത്തിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ കടന്നും ഇദ്ദേഹം ഒടുവിൽ യമരാജാവിന്റെ കൊട്ടാരത്തിലെ സദസ്സിലെത്തിച്ചേർന്നു. കൈകാലുകളെല്ലാം ചങ്ങലയാൽ ബന്ധിച്ച് ഇദ്ദേഹത്തിന് യമ രാജാവിന്റെ സദസ്സിലെ 10 രാജാക്കന്മാർക്ക് മുന്നിലായിട്ട് ഹാജരാക്കി. സൺ വൂക്കോങ് അലറിക്കൊണ്ട് എന്തിനാണ് എന്നെ പിടികൂടി പാതാളത്തിലെ മരണദൈവങ്ങളുടെ മുന്നിൽ ഹാജരാക്കിയതെന്ന് ഇദ്ദേഹം ചോദിച്ചു. അതോടുകൂടി മരണത്തിന്റെ ദേവന്മാർ തങ്ങളുടെ മുന്നിലിരുന്ന ആയുസിന്റെ പുസ്തകം സൺ വൂക്കോങ്ങിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ പേര് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി സമനില തെറ്റിയ സൺ വൂക്കോങ് തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകളൊക്കെ വലിച്ചു പൊട്ടിച്ച് യമകിങ്കരന്മാരുടെ കാവൽക്കാരിലൊരാളായ ഭടന്റെ കയ്യിൽ നിന്നും ഒരു വലിയ ഇരുമ്പ് ദണ്ട് പിടിച്ചെടുക്കുകയും അതുമായി മുന്നോട്ട് കുതിച്ചു ചാടി ആയുസിന്റെ പുസ്തകത്തിൽ തന്റെ പേരുണ്ടായിരുന്ന പേജ് കണ്ടെത്തി അവിടെ നിന്നും തന്റെ പേര് മായ്ച്ചു കളയുകയും അതോടൊപ്പം തന്നെ പുഷ്പങ്ങളുടെയും ഫലങ്ങളുടെയും പർവ്വതത്തിലെ അദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട കുരങ്ങുകളുടെ മുഴുവൻ പേരുടെയും പേരുകൾ ആ പേജുകളിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്തു. പരിഭ്രാന്തരായ ദൈവങ്ങൾ ഇവനെ പിടികൂടുന്നതിന് വേണ്ടി തന്റെ ഭടന്മാരോട് ആവശ്യപ്പെടുകയും ഭടന്മാർ ഈ കുരങ്ങ് രാജാവിന്റെ സൺ വൂക്കോങ്ങിന്റെ പുറകിലേക്ക് പായുന്ന സമയം കൊണ്ട് സൺ വൂക്കോങ് തന്റെ കയ്യിലിരുന്ന ഇരുമ്പ് വടി പാതാളത്തിന് പുറത്തേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. തിരികെ പ്രകാശത്തിന്റെ ലോകത്തേക്ക് മടങ്ങിയെത്തി പൂക്കളുടെയും പഴങ്ങളുടെയും പർവ്വതത്തിൽ എത്തിച്ചേർന്ന സൺ വൂക്കോങ് തന്റെ കുരങ്ങ് വംശത്തോടൊപ്പം വളരെ കാലം മരണമില്ലാതെ ജീവിച്ചു എന്നാണ് ഈ ചൈനീസ് ഇതിഹാസം പറയുന്നത്.